പോക്കറ്റിലെ ഫോൺ റിംഗ് ചെയ്തപ്പോഴായിരുന്നു നന്ദു തിരിച്ച് തീരത്തേക്ക് വന്ന് ഒരു ചെയറിൽ സ്ഥാനമുറപ്പിച്ച് ഫോണിൽ സംസാരിച്ച് തുടങ്ങിയത്. ഫോൺ കട്ട് ചെയ്ത് അവൻ വീണ്ടും കടലിന്റെ തീരത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു തിരമാലകൾ കളിക്കുന്ന തന്റെ അമ്മയെയും തന്റെ പെണ്ണിനെയും. കൺകുളിർക്കെ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയെ മറക്കും വിധമായിരുന്നു തന്റെ മുന്നിലായ ഒരു സ്ത്രീ രൂപം വന്ന് നിന്ന്. ആദ്യം ആ സ്ത്രീയെ തനിക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവൻ ഓർമ്മകളിൽ നിന്ന് അവളെ ചികഞ്ഞെടുത്തു. സ്നേഹ. ഓർമ്മയിലെത്തിയ പേര് പോലും വിളിക്കാതെ അവൻ അങ്ങനെ ഇരുന്നു, ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ. എന്നാൽ ഞെട്ടിയത് സ്നേഹ തന്നെയായിരുന്നു. കൂട്ടുകാരിൽ നിന്ന് അവന്റെ വിശേഷങ്ങൾ അറിയാൻ അവൾ തിടുക്കം കാട്ടിയിരുന്നു. അത് അവനോടുള്ള പ്രണയം കൊണ്ട് ഇഷ്ടം കൊണ്ടോ ആയിരുന്നില്ല. അവന്റെ പദവി കൊണ്ട് അവന്റെ സൗന്ദര്യവും അവന്റെ കായിക ബലവും തന്നെയായിരുന്നു. മുന്നിലിരിക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണും തിളങ്ങി. കോളേജിൽ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് അവൻ ഇപ്പോഴും. പ്രായം കൂടിയിട്ടുണ്ടെങ്കിലും അത് അവനിൽ പ്രകടമായിരുന്നില്ല. ഇപ്പോഴും 30കളിൽ ജീവിക്കുന്ന മനുഷ്യൻ. താൻ 40കളിൽ തന്നെയാണെങ്കിലും തന്റെ ഡയറ്റും താൻ പാലിക്കുന്ന ദിനചര്യകളും ഇപ്പോഴും 30കളിൽ തന്നെയാണ്. വിവാഹിതയായ ഒരു മകളുടെ മാതാവാണെന്ന് തന്നെ കണ്ടാൽ ആരും പറയില്ല. ഇപ്പോഴും തന്നെ ഓർത്ത് ഒറ്റത്തടിയായി ജീവിക്കുന്ന നന്ദുവിനെ എന്തുകൊണ്ട് തനിക്ക് തന്റെ വരുതിയിലാക്കിക്കൂടെന്ന് അവൾ അറിയാതെ ചിന്തിച്ചുപോയി. താൻ മണ്ടിയായിട്ടാണ് നന്ദുവിനെ ഉപേക്ഷിച്ച് അന്ന് കണ്ട അമേരിക്കക്കാരനെ കല്യാണം കഴിച്ചു പോയത്. അധികം നാൾ നീളാത്ത ദാമ്പത്യം അവസാനിപ്പിച്ചെങ്കിലും തന്റെ മകൾക്ക് വേണ്ടിയായിരുന്നു പിന്നീടുള്ള ജീവിതം. തന്നെ കണ്ടിട്ട് കാണാതിരിക്കുന്നതിന്റെ മുമ്പിലേക്ക് ഒന്നുകൂടെ അടുത്തു നിന്നവൾ. എന്നാൽ അവൻ അവളെ കണ്ടതും ചോദിച്ച ചോദ്യം, ഇനിയൊന്നാണ് നിനക്ക് വേണ്ട സ്നേഹ? എനിക്ക് നിന്നെ വേണം, നിന്നെ മാത്രം. നമ്മൾ പ്രണയിച്ച ആ കാലത്തിലേക്ക് തിരികെ പോകണം. ഇപ്പോഴും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലേ? ഞങ്ങളുടെ ദാമ്പത്യം 3 വർഷം പോലും നീണ്ടുന്നില്ല. നിന്നെ ഓർത്തായിരുന്നു ഞാൻ ആ ബന്ധം ഉപേക്ഷിച്ചത്. ഞാൻ ഡിവോഴ്സ് ചെയ്തു ആ മനുഷ്യനെ. നമുക്കിനി ഒരുമിച്ച് ജീവിക്കാൻ ഒരു തടസ്സമില്ല നന്ദു. അവളുടെ ആ സംസാരത്തിൽ ഒരുപാട് അനിഷ്ടം തോന്നിയ നന്ദു തിരിച്ചൊന്നും പറയാതെ നിന്ന് അവൾ പറഞ്ഞു കേട്ടു. അവളുടെ സംസാരം കേട്ട് അവളുടെ ചെകിടടിച്ച് പൊളിക്കാനാണ് നന്ദുവിന് തോന്നിയത്. എന്നാൽ അവൻ സംയമനം പാലിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. നമ്മൾ തമ്മിലുള്ള ജീവിതം അവരാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ദൂരെ നിന്നും നടന്നു വരുന്ന ദേവകിയമ്മയെ കാണിച്ചു കൊടുത്തു. ഇതെന്റെ അമ്മയാണ്. നീ അമ്മയോട് വെച്ച് സമ്മതം വാങ്ങണം. അതിനുശേഷം നമ്മുടെ കല്യാണം. എന്താ സന്തോഷമായ നിനക്ക്? നന്ദുവിന്റെ വായിൽ നിന്ന് ഇത്രയും കേട്ട് അവൾ ഒരുപാട് സന്തോഷിച്ചു. ദേവകിയമ്മയുടെ കാൽക്കിലേക്ക് വീണ് അനുഗ്രഹം വായിച്ചു. പിന്നീട് അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന ആ കൊച്ചു പെൺകുട്ടിയെ അവൾ നോക്കി. അവള് നേരെ കൈ നീട്ടി ആ കൈകോർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് എന്റെ ഭാര്യ. ഇവൾക്ക് സമ്മതാണെന്ന് എനിക്കറിയേണ്ട സ്നേഹ. അവന്റെ സ്നേഹ എന്നുള്ള വിളിയിൽ അനു ഞെട്ടിയിരുന്നു. എന്നിട്ട് ആ സ്ത്രീയുടെ മുഖത്തേക്കൊന്ന് രൂക്ഷമായി നോക്കി. വിളറി വെളുത്തി നിൽക്കുന്ന സ്നേഹയുടെ മുഖത്തെ രക്തപ്രസാദം ഒലിച്ചു പോയ പോലെ തോന്നി നന്ദുവിന്. സ്നേഹ, ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതെന്റെ ഭാര്യ അളകനന്ദ. നമ്മൾ പഠിച്ച കോളേജിലെ സെക്കൻഡ് DC വിദ്യാർത്ഥിനിയാണ്. അതുകൂടി കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊങ്ങി. തന്റെ മകളുടെ പ്രായം പോലുമില്ലാത്ത ഒരു കൊച്ചു പെണ്ണിനെയാണ് നന്ദുവിന് ഭാര്യയായി കിട്ടിയിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ മുമ്പിൽ താൻ വിവസ്ത്രയാവുന്ന പോലെ തോന്നിയവൾക്ക് പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞടന്നിരുന്നു. നടക്കുന്നതിനിടയിൽ അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, താങ്ക്സ് ചേച്ചി. ഈ ജന്മത്തിൽ ഇനിയുള്ള 7 ജന്മത്തിലും എന്റെ പാതിയായിട്ട് ഈ മനുഷ്യനെ എനിക്ക് വിട്ടുതന്നതിന്. പെട്ടെന്നായും ദേവകിയമ്മയെ വിളിച്ചു പറഞ്ഞ്, മോളെ, കാൽ വീണ് അനുഗ്രഹം വായിച്ചല്ലേ, നന്നായിരിക്കും കേട്ടോ. അമ്മയുടെ പ്രാർത്ഥനകളിൽ മോളെ എന്നും ഉണ്ടാവും. നന്ദു ഒരു വേള ചിരിച്ചുപോയി. ഇതിലും വലിയൊരു ട്രോള് സ്നേഹക്ക് സ്വപ്നത്തിൽ പോലും കിട്ടാനില്ല. ജീവിതത്തിൽ മറക്കില്ല അവൾ ഈ തിരിച്ചടി. സൂര്യാസ്തമയം കണ്ട് പുറത്തുനിന്ന് ഫുഡും കഴിച്ചായിരുന്നു അവർ രാത്രി വീട്ടിലെത്തിയിരുന്നു. വീട്ടിൽ വന്ന് കയറിയ പെണ്ണിന് വയറുവേദന ആയതിനാൽ ചുവന്ന ദിനങ്ങളിലേക്ക് എറിയപ്പെട്ടു എന്ന് അവൾക്ക് മനസ്സിലായി. ഷെൽഫിൽ നിന്ന് പാഡും എടുത്ത് ബാത്റൂമിലേക്ക് പോകുന്നവളെ ഒരൽപ്പം ദേഷ്യത്തോടു കൂടിയായിരുന്നു നന്ദു നോക്കിയത്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നാൽ നേരത്തേക്ക് പായ വിരിക്കുന്നുണ്ടപ്പോൾ നന്ദു ചോദിച്ചു, എന്തുപറ്റി മഹാറാണി? അടിയന് മാസക്കുളിയായി. 7 ദിവസം ഇനി നോമിന് റെസ്റ്റ്. അവനൊരു പ്രത്യേക ഇനത്തിൽ പറഞ്ഞു. ഇത് കേട്ട് നന്ദു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ലീവ് എടുത്ത് വെറുതെ ആയോ ഭഗവാനെ. നീ നേരത്തെടുക്കാതെ കട്ടിലോട് കയറി കിടക്ക്. എനിക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള തട്ടല്ലേ നീ താഴിട്ട് പൂട്ടിയത്. സ്പർശന സുഖവും ഇല്ല, ദർശന സുഖമെങ്കിലും കിട്ടിക്കോട്ടെ. നന്ദുവിന്റെ ദയനീയമായ പറച്ചിൽ കേട്ടാനു പറഞ്ഞു. ഒന്നും നടക്കില്ല. നന്ദു വീണ്ടും തുറന്നു. നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചാ പോരെ? അയ്യേ, വൃത്തിയിട്ട കള്ള പോലീസ്. മനസ്സിലിപ്പോ ഇതായിരുന്നല്ലേ, ഞാൻ നാളെ അപ്പിയമ്മയോട് പറഞ്ഞു കൊടുക്കും. പെണ്ണ് പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നന്ദു തലവഴിയെ പുതപ്പ് കൂടി കിടന്നു. ദിവസങ്ങൾ ഓടി മറിഞ്ഞുകൊണ്ടേയിരുന്നു. നന്ദുവിന്റെ കണക്കുകൾ തെറ്റിയിരുന്നു. 7-ാം നാൾ തന്നെ നന്ദു ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തു. രാവിലെ എഴുന്നേൽക്കാൻ മടിക്കുന്നവന്റെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ ഞെട്ടിലൂടെ മനസ്സിലാക്കി അവനിന്ന് ലീവ് എടുത്തിരിക്കുന്നു. തനിക്കുള്ള പണി ഇന്ന് തന്നെ കിട്ടുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ പറഞ്ഞത് ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തിരുന്നു എന്നാണ്. അടുത്ത് ദേവകമില്ലാത്തതിനാൽ അവൾ അവനോട് ചോദിച്ചു, ഒരാഴ്ചക്ക് ലീവ് എന്തിനാ? വാ പറഞ്ഞുതരാം. അല്ലെങ്കിൽ വേണ്ട, വാ കാണിച്ചു തരാം.
അവന്റെ പ്രവൃത്തിയിൽ നിന്ന് അവൾക്ക് മനസ്സിലായി ഇനിയുള്ള 7 ദിവസങ്ങൾ തനിക്ക് ഉറക്കം കാണാത്ത രാത്രികളായിരിക്കുമെന്ന്. അവൾ വിചാരിച്ച പോലെ തന്നെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ആ 7 ദിവസങ്ങളും. അവളുടെ പല സംശയങ്ങളും അവൻ തീർത്തു കൊടുത്തു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു. വീടിന്റെ പൂമത്തിൽ നിൽക്കുന്ന ചെടികൾക്ക് വെള്ളം നനയ്ക്കുമ്പോൾ അവൾ കുഴഞ്ഞു വീണത് മുന്നിലേക്കായിരുന്നു. അവളുടെ ആ വീഴ്ച ആ വീടിന്റെ അടുത്ത തലമുറയുടെ വരവറിയിച്ചു. മാസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് അവളിൽ മാറ്റങ്ങൾ തുടങ്ങി. ഒരു തുള്ളി വെള്ളം തൊണ്ടക്കുള്ളിൽ നിറക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. കുടം കമഴ്ത്തിയ പോലെ ഛർദ്ദിക്കുന്നവളെ നന്ദു വിഷമതയോടെ കണ്ടു. താൻ കാരണമാണ് അവൾ ഈ വിഷമതകൾ അനുഭവിക്കുന്നത്. അതും തങ്ങളുടെ പ്രണയത്തിന്റെ അംശമാണ് അവളുടെ ആ കുഞ്ഞു വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ മടിക്കുന്നവളെ വാരിക്കൊടുക്കാനും നന്ദു മറന്നിരുന്നില്ല. എന്നാൽ അധികം താമസമില്ലാതെ പുറത്തേക്ക് കളയാൻ അവളും മടിച്ചിരുന്നില്ല. തന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലായിരുന്നു ദേവകിയമ്മയുടെ ആഹ്ലാദം. ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ അവർ തിരിച്ചറിഞ്ഞു തങ്ങളുടെ പ്രണയത്തിന്റെ അംശം അവളുടെ വയറ്റിൽ വളരുന്നത് 2 ജീവനുകളാണെന്ന്. ആ 2 ജീവനുകളെയും കാത്ത് അവർ 3 പേരും അങ്ങനെ വീട്ടിനുള്ളിൽ സന്തോഷത്തോടെ കഴിഞ്ഞു പോന്നു. ആ സമയത്തായിരുന്നു അമ്മുവിന്റെ വിവാഹവും ഒരു ഡോക്ടർ ചെക്കൻ തന്നെ അവളെ കൊത്തിക്കൊണ്ടുപോയത്. 2 പേരും ഇപ്പോൾ അമേരിക്കയിലാണ് താമസം. അനുവിന്റെ വിശേഷങ്ങൾ അറിയാൻ അമ്മു ഇടയ്ക്ക് വീഡിയോ കോൾ കൂടി വരും. അമ്മുവിന്റെ ആ ചളിയടി കേൾക്കുമ്പോൾ തന്നെ പഴയകാല ഓർമ്മകളാണ് അനുവിന്റെ മനസ്സിലേക്ക് വന്ന്. എങ്കിലും ആ 2 സുഹൃത്തുക്കൾ തങ്ങളുടെ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. 6 മാസം പൂർത്തിയാകുമ്പോഴായിരുന്നു കാവിലെ പൂജയിൽ പങ്കെടുക്കണമെന്ന് അനു ആവശ്യപ്പെട്ടത്. കാവിൽ ചെന്ന് പൂജകളും മറ്റും കണ്ട് തൊഴുതിരിക്കുമ്പോഴായിരുന്നു അവിടെ നന്ദുണിപ്പാട്ട് പാടുന്ന അവൾ കേൾക്കുന്നത്. ആ തന്ത്രി വാദ്യം കൊണ്ട് പാടുന്നത് അതിന് ഇമ്പം മാത്രമായിരുന്നില്ല, ദൈവങ്ങളോട് പ്രാർത്ഥിക്കാനും വേണ്ടിയായിരുന്നു, ദുഃഖവും ആശകളും പ്രകടിപ്പിക്കാനും. ആ പാട്ട് പാടുന്നവനെ ശ്രദ്ധിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി ലളിതമായ ഭാഷയും ഭാവനൈപുണ്യമുള്ളതാണ് അവരുടെ ശൈലിയെന്ന്. അവരുടെ കൈകളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ തന്ത്രിവാദ്യം സംഗീത താളം മൃദുവും ലയബദ്ധവുമാണ്. ആ പാട്ടിന്റെ താളത്തിൽ അവൾ അങ്ങനെ ഇരുന്നപ്പോൾ ആദ്യമായി അവളുടെ വയറ്റിലെ ആ ചലനങ്ങൾ അവൾ ശ്രദ്ധിച്ച്. അതെ, തന്റെ കുഞ്ഞ് അനങ്ങിയിരിക്കുന്നു. ആ തന്ത്രിവാദ്യത്തിന്റെ ശ്രവണത്തിലായിരുന്നു കുഞ്ഞിന്റെ അനക്കമെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അടുത്തിരുന്ന നന്ദുവിന്റെ കൈകൾ പിടിച്ച് അവളുടെ വയറ്റിലേക്ക് വെച്ച് അവനും ആ ചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും അവന്റെ മുഖത്തൊരു അച്ഛന്റെ ആവലാതി ഉണ്ടായിരുന്നു. ആ നന്ദുണിപ്പാട്ട് കഴിയുന്നവരെ അവളുടെ കണ്ണുകൾ ആ തന്ത്രിവാദ്യത്തിൽ തന്നെയായിരുന്നു. അതിലെ ഇമ്പമുള്ള ആ 2 ഞാണുകൾ അന്നയും അലമ്പയുമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയവൾ അത് തന്നെ ദേവകിയമ്മോട് ആ നന്ദുണിപ്പാട്ടിന്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ വിശ്വനും കാണാൻ വരുമായിരുന്നു. തന്റെ മകളിൽ നിന്ന് ഒരു അമ്മയിലേക്കുള്ള മാറ്റം അയാളും കൺകുളിർക്കെ കണ്ടുകൊണ്ടിരുന്നു. വീർത്ത വയറുമായി അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നന്ദു ഇടയ്ക്കിടയ്ക്ക് പഴയ ഓർമ്മകളിലേക്ക് പോയിരുന്നു. അനുവിനെ കണ്ണുമുട്ടിയത്, അവൾ എടുത്തുകൊണ്ട് നടന്ന് അവൾ തന്റെ ഫയൽ വലിച്ചു കീറിയത്, പിന്നീട് പഠനത്തിനായി നാട്ടിൽ വന്ന് തന്നോട് പ്രണയം പങ്കുവെച്ച് വിവാഹം നടന്ന്, അങ്ങനെയെല്ലാം ഒരു തിരശീലെന്ന പോലെ അവന്റെ മുന്നിൽ കൂടി മിന്നിമാഞ്ഞു. പെണ്ണിനെ അടുത്ത് കാണുമ്പോൾ അവന് ചിരി വന്നു. ഒന്നിയ വയറും വെച്ച് കൈകൾ 2 നടുവിന് ഊന്നിക്കൊണ്ട് കാണുമ്പോൾ ഒരു ഭയവും തോന്നാറുണ്ട്. ഡെലിവറി പെയിൻ വന്ന് അവൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ചെറിയ കുട്ടിയാണ് അവൾ. ഒരു മകളിൽ നിന്നും ഭാര്യയിലേക്കും ഭാര്യയിൽ നിന്നും അമ്മയിലേക്കുള്ള ദൂരത്തിലാണ് അവൾ. താനെന്ന പുരുഷൻ ഒരു അച്ഛനാക്കാൻ അവൾക്ക് മാത്രമാണ് സാധിക്കുന്നത്. വേദന ഉണർത്തി അവളുടെ കരച്ചിലുകളിൽ നിന്ന് സന്തോഷം തരുന്ന 2 കുരുന്നുകളെ അവന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നേഴ്സ് പറഞ്ഞിരുന്നു പെൺകുട്ടികളാണെന്ന്. ആ കുരുന്നുമണികളെ കയ്യിലെ നെറുകയിൽ ഉമ്മ കൊടുക്കുമ്പോൾ അനുവിനെയാണ് അവൻ ഓർത്തുപോയത്. ഏറെ വിഷമത്തോടെ അവൻ തിരക്കിയിരുന്നു തന്റെ അനുവിനെയായിരുന്നു. ആവേശത്തോടെ തന്റെ ഭാര്യയെ ചോദിക്കുമ്പോൾ അവന്റെ കണ്ണിലെ തിളക്കം ആ നേഴ്സ് കണ്ടിരുന്നു. സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അപ്പൊ എല്ലാവർക്കും കയറി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നേഴ്സ് കുഞ്ഞുങ്ങളെ വായിച്ച് അകത്തേക്ക് പോയി. പ്രസവശേഷം വീട്ടിലേക്ക് വന്നെങ്കിലും അനുവിനെ ഒന്ന് കാണാനോ സംസാരിക്കാനോ ദേവകിയമ്മ നന്ദുവിനെ അനുവദിച്ചിരുന്നില്ല. എന്നാൽ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ വീട്ടിലുള്ളപ്പോൾ എപ്പോഴും നന്ദുവിനെ വിളിക്കുമായിരുന്നു. അത് നമ്മുടെ പോലീസ് ഏമാൻ സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്നു. നന്ദുവിന് എന്തായാലും ഉറപ്പുണ്ടായിരുന്നു തന്റെ 2 പെൺകിടാങ്ങളും അനുവിനെ വശം കെടുത്തുന്നുണ്ടെന്ന്. 108 ദിവസം സെറ്റ് സാരിൽ കുഞ്ഞുങ്ങളുമായി പടികളിറങ്ങി വരുന്ന തന്റെ പെണ്ണിന് അനുവിനെ കണ്ടത് അവന്റെ ഹൃദയം ഇടിച്ചുപോയി. ഒരിക്കൽ കൂടി അവളെ അറിയാൻ അവന്റെ ഉള്ളം തുടിച്ചു. നന്ദുവിനെ നോട്ടം ശരിയില്ലെന്ന് മനസ്സിലാക്കിയ ആനന്ദ് അവനെ തടഞ്ഞു. മതിയണ നോക്കിയത് ഒരു മയത്തിലൊക്കെ. വിശ്വന്റെയും നന്ദുവിനെയും മടിയിലായി 2 കുഞ്ഞുങ്ങളെ കിടത്തി കറുപ്പ് ചരടും പൊന്നരഞ്ഞാണവും കെട്ടി ഒരു ചെവിയിൽ വെറ്റില വെച്ച് മറ്റേ ചെവിയിൽ പേര് വിളിക്കാൻ വേണ്ടി നന്ദു അനുവിനെയാണ് നോക്കിയത്. അവൾ പറഞ്ഞ പേരുകൾ കേട്ട് അവന്റെ ചുണ്ടിൽ പുഞ്ചിരി തങ്ങി. 2 സുന്ദരി കുട്ടികൾക്ക് അന്നയെന്നും അലമ്പയെന്നും പേരുകൾ വിളിച്ച് നന്ദു. അന്നു അല്ലു എന്ന ചെല്ലപ്പേരും വെച്ച് ആ പെൺകുഞ്ഞുങ്ങളുടെ വളർച്ച നന്ദുവച്ചൻ കാണുകയായിരുന്നു. തന്നിലെ പുരുഷനെ താനാക്കിയ 2 സ്ത്രീകൾ, ഒന്ന് തന്റെ പ്രാണനും പാതിയുമായ തന്റെ ഭാര്യ, അതിലുപരി ഇപ്പോൾ തനിക്ക് 2 പെൺമക്കൾ. ശ്രീനന്ദ് ബാലൻ എന്ന IPS കാരനും ഒരു മകനും. ഒരു ഭർത്താവിനും ഒരു അച്ഛനും ഇനി എന്ത് വേണം? ആ കുടുംബത്തിന്റെ തണലായി അവൻ അങ്ങനെ തന്നെ നിന്നു. കാലങ്ങളോളം ആ പ്രണയവും സ്നേഹവും കരുതലും ആ കുടുംബത്തിന് കൊടുത്തുകൊണ്ട് അവർ സുഖമായി ജീവിച്ചു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. പൂപ്പാ
തണലൊരു ആലോലം